ഹായ് എവ്രി വൺ, വെൽക്കം ടു ദി വോവൻ ജേണൽ. ഇന്ന് നമ്മൾ ക്രോഷ്യ വെച്ചിട്ടൊരു റോസാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ? ഇന്നത്തെ ഈ ഒരു റോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യാണും ഹുക്കും സിസേഴ്സും അതേപോലെ തന്നെ നീഡിലും ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയിനാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബേസ് ചെയിനായിട്ട് വരുന്നത് 66 ചെയിൻ സ്റ്റിച്ചസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് 66 ചെയിൻ ഇട്ട് കൊടുക്കാം. നമ്മൾ 66 ചെയിൻ ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 6th ചെയിനിലേക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതിനായിട്ട് യാൺ ഓവർ ചെയ്യാം. എന്നിട്ട് 6th ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇൻസേർട്ട് ചെയ്തു. ദെൻ നമുക്ക് 3 ഹുക്ക് കിട്ടി. ഇവിടുന്ന് 3ാമത്തെ ചെയിനിലേക്ക് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യാം. അതിന് യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്തിട്ട് ഈ 3ാമത്തെ സ്പേസിലേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 2 ചെയിൻ കൊടുക്കാം. 2 ചെയിൻ കൊടുത്തു. ഇനി നേരത്തെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് അതേ ചെയിനിലേക്ക് തന്നെ ഒന്നും കൂടെ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പേസിലേക്ക് ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. അതായത് വരാൻ പോകുന്ന 3ാമത്തെ ചെയിനിലേക്ക്, അതായത് 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് വരുന്ന ചെയിനിലേക്ക് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ചെയിൻ, ഇത് സെക്കൻഡ് ചെയിൻ, ഇപ്പോൾ ഈ തേർഡ് ചെയിൻ. ഈ തേർഡ് ചെയിനിലേക്ക് നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഡബിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് നമുക്ക് 2 ചെയിൻ ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ ചെയ്തു. എന്നിട്ട് സെയിം ചെയിനിലേക്ക് ഈ സെയിം ചെയിനിലേക്ക് നമുക്ക് ഒന്നുകൂടെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ. ഇനി ബാക്കി വരുന്ന ചെയിനിലേക്ക് ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് ഈ റോ കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോ ചെയ്യാം. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് തന്നെ നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ആദ്യത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത അതേ സ്പേസിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ളൊരു സ്ട്രക്ചർ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതേപോലൊരു സ്ട്രക്ചർ കിട്ടി. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു ഹോളിലായിരുന്നു. അടുത്ത സ്റ്റിച്ച് നമ്മൾ ചെയ്യേണ്ടത് ആ ഹോളിന് ശേഷം 2 ഹോള് സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ഹോളിലേക്കാണ്. അവിടെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം.
അടുത്തതായിട്ട് നമുക്കിനി 3 ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡബിൾ ക്രോഷ്യ ആണ്. നേരത്തെ നമ്മൾ ചെയ്ത അതേ ഒരു സ്പേസിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആദ്യം ഒരു ഹോൾ അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്, അവിടേക്ക് ആദ്യം തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 3 ചെയിൻ സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതേ സ്പേസിലേക്ക് തന്നെ 2 ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ മുന്നോട്ട് പോകുന്നത്. 2 ഹോൾസ് സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തേതിലാണ് എപ്പോഴും സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. ടേൺ ചെയ്യാം. ഇനി ഇതേപോലെയുള്ള സ്പേസസ് ഉണ്ടാവില്ലേ, ചെയിൻ ഫ്രീ സ്പേസസ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇത്തവണ നമ്മൾ 7 ഡബിൾ ക്രോഷ്യയാണ്, 7 ഡബിൾ ക്രോഷ്യസ് ആണ് ചെയ്യേണ്ടത് ഈ ഒരു സിംഗിൾ ചെയിൻ ഫ്രീ സ്പേസിലേക്ക്. One, 2, 3, 6, 7. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 7 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ അടുത്ത് കാണുന്ന ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ഇവിടെ 2 ഡബിൾ ക്രോഷ്യ ഉണ്ടാകും, ഇവിടെ അതുപോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ ഉണ്ടാകും. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഒരു സ്പേസ്, അവിടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പേസ്, ഈ സ്പേസിലേക്ക് നമുക്ക് നേരത്തേതുപോലെ 7 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു സ്പേസിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിത് ഈ കംപ്ലീറ്റ് 3rd റോ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇവിടെ ഇതാണല്ലോ നമ്മുടെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക്, അതായത് ഇവിടെ വരുന്നത് ഫസ്റ്റ് വൺ ഇതാണ്, സെക്കൻഡ് വൺ ഇതാണ്. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് വണ്ണിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഒരു ചെയിനും കൂടെ ഇട്ടിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അസംബിൾ ചെയ്യാം. ഇതേപോലെയുള്ളൊരു സ്ട്രക്ചറായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ളൊരു സ്ട്രക്ചർ. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എൻഡ്. ഈ ത്രെഡ് പുറത്തേക്ക് വരാത്ത ഈ ഒരു എൻഡ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമുക്കിങ്ങനെ ടേൺ ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫ്ലവർ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ 2 സ്ട്രാൻഡ് ഉണ്ടാകും, അതൊന്ന് തുന്നിക്കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്ട്രാൻഡ് എടുക്കാം.
അപ്പോൾ നമ്മുടെ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.